ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു ലൈവിൽ ഇങ്ങനൊരു കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് പോയി കാണുകയാണ് ചെയ്തത്. സോ നിവിൻ, ആര്യൻ, അക്ബർ എത്രത്തോളം മോശമായ പേഴ്സണാലിറ്റി ആണെന്നാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ലൈവ് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വെസലിൽ പൊടിയാണെന്നാണ് അവർ പറയുന്നത്. സോ പൊടിയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതുപോലത്തെ 2 വെസൽ അവിടെ ഉണ്ട്. പക്ഷെ ഇവർ ഫുഡ് ഉണ്ടാക്കില്ല. അനുമോൾ അത് കഴുകി തരാതെ ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂറ പറയുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് മെഡിസിൻ കഴിക്കേണ്ടതാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ നിവിൻ, ആര്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടല്ലോ, ഇപ്പം പാല്, തൈര്, അതുപോലെ കുറച്ച് കാര്യങ്ങൾ, മുട്ട എല്ലാം എടുത്തിട്ട് കൊണ്ടുപോവുകയാണ്. ഷാനവാസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഷാനവാസ് ഇറങ്ങി വന്നിട്ട് ചോദിക്കണം, എന്താ ഇവർ ഫുഡ് ഉണ്ടാക്കില്ല എന്നാണോ ചോദിക്കുമ്പോൾ ന്യൂറ പറയുന്നുണ്ട്, ഇവർ പറയുന്നു വെസൽ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ വേറെ വെസൽ ഉണ്ടെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു വെസലും കൂടെ ഉണ്ട്, വേണമെങ്കിൽ അവർക്ക് അതെടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കും ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാവ് ഇതാക്കുകയാണ് ന്യൂറ. ആ സമയത്ത് ഈ പാലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിന്. അപ്പോൾ ഷാനവാസ് വന്നിട്ട് പാലിന് വേണ്ടിയിട്ട് പിടിക്കുന്നു. പിടിയും വലിയായിട്ട് നിവിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാൽ മുഴുവൻ ഓപ്പൺ ആക്കിയിട്ട് അങ്ങോട്ട് മേത്തേക്ക് എറിയാണ്. ഷാനവാസിൻ്റെ മേത്തേക്ക് അങ്ങോട്ട് പാലിൻ്റെ പാക്കറ്റ് ഇങ്ങനെ കൈ കൊണ്ട് ത്രോ ചെയ്യുന്നുണ്ട്. ത്രോ ചെയ്യുന്ന സമയത്ത് ഇനി ഈ നിവിൻ്റെ കൈ നെഞ്ചത്ത് തട്ടിയോ എന്നറിയില്ല, പക്ഷെ എന്തോ തട്ടിയിട്ടുണ്ട്. സോ നമുക്ക് സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പം തന്നെ ഷാനവാസ് വീഴുന്ന സമയത്ത് ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഷാനവാസ് നാടകം കളിക്കുകയാണ്, ആക്ടിങ് ആണ്, ഫുൾ ഓഫ് ഡ്രാമയാണ്. ഇത്ര ഇതുള്ള ആളാണെങ്കിൽ, ഇത്ര ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണെങ്കിൽ ഇതിനിടയിലേക്ക് വരരുത്, അവിടെ എങ്ങാനും പോയി ഇരിക്കണമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നിവീനും അക്ബറും ആര്യനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര്യൻ അപ്പുറത്തുകൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഫുൾ ഡ്രാമ, ഫുൾ ആക്ടിങ്, ഫുൾ ഡ്രാമ. ഒരാൾ നെഞ്ച്, അത് അയാളുടെ നാടകമോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ നെഞ്ചു പിടിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് എത്രത്തോളം ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആളുടെ ഹ്യൂമാനിറ്റിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അയാൾ നാടൻ തന്നെ കളിച്ചുകൊണ്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്ന് വിചാരിച്ചാലും കൂടെ ഇയാളുടെ നെഞ്ചത്ത് പിടിച്ചിരിക്കുമ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ പോരെ, നാടകമാണോ അല്ലെന്നോ. അയാൾ ഓൾറെഡി ഹാർട്ടിന് ഇഷ്യൂ ഉള്ള ആളാണ്, മേജർ സർജറി ഒക്കെ ചെയ്ത ആളാണ്. അയാളാണ് ഈ നെഞ്ചും പിടിച്ച് അവിടെ ഇരുന്നത്. സോ ഇവരുടെ ഹ്യൂമാനിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ ഷാനവാസിനെ എണീച്ച് പോകാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ഒന്ന് ഓക്കെ ആയിട്ട് പോവാം, എനിക്ക് പറ്റുന്നില്ല എന്നിട്ട് അവിടെ കിടക്കുന്ന ആളെയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാമയാണ്. ഇത്രയും ഡ്രാമ കളിക്കേണ്ട ആവശ്യം എന്താണ്, ഒരു പാൽ പാക്കറ്റ് ഇതാക്കിയാണ് ഡ്രാമ കളിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയണേ. എന്നിട്ട് പിന്നെ ഷാനവാസിനെ കൊണ്ടുപോകുന്നുണ്ട് കൺഫ്യൂഷൻ റൂമിലേക്ക്. അപ്പോൾ ലിവിങ് റൂമിൽ എല്ലാവരും വിളിച്ചിരുത്തിയിട്ടുണ്ട്. വിളിച്ചിരുത്തുന്ന സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടായിരുന്നു, ഇന്നലെ ഞങ്ങൾക്ക് ഗ്യാസ് ആണ്, ഞങ്ങൾക്ക് വയ്യാന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, എന്നിട്ട് ഇന്നും ഞങ്ങൾക്ക് വയ്യാതാവുമ്പോൾ ഇന്നും നിങ്ങൾക്ക് ഡ്രാമ, നിങ്ങൾക്ക് വന്നാൽ മാത്രം വയ്യായിക, ഞങ്ങൾക്ക് വന്നാൽ എന്താ ഡ്രാമയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കര സംസാരം നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നിവീനെ വിളിച്ചു, ബിഗ് ബോസ് വിളിക്കാൻ നിവീൻ എന്ന് വിളിക്കുമ്പോൾ നിവീൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാലിൻ്റെ മേലെ കാലും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബിഗ് ബോസ് പറയാണ്, നിവിൻ വിളിച്ചത് കേട്ടില്ലേ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴാണ് നിവിൻ എണീച്ച് നിൽക്കുന്നത്. നിവിൻ ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഫിസിക്കൽ അസോൾട്ടിൻ്റെ രൂപത്തിലോ മറ്റുള്ള രൂപത്തിലോ ആരെങ്കിലും ഹേർട്ട് ചെയ്യണത് കണ്ടാൽ ആ നിമിഷം തന്നെ ഇവിടുന്ന് പുറത്താക്കുന്നതാണ്. നിയമത്തിനെതിരായിട്ടാണ് നിവിൻ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ്. ഈ നിവിൻ എന്ന് പറഞ്ഞ ആളെ എത്രത്തോളം ചിലപ്പോൾ അനുമോളുടെ നേരൊക്കെയായിരുന്നു. അതും ഒരു മെന്റൽ ഹറാസ്മെന്റ് ആണ്. മെന്റലി, ഫിസിക്കലി എല്ലാം ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നിവിൻ എന്ന വ്യക്തി. ബിഗ് ബോസ് പറയുന്നത് ഇവിടെ നിന്ന് സ്വയം പുറത്തിറങ്ങി പോകുന്നതും ഞങ്ങൾ പുറത്താക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനി ഇങ്ങനത്തെ പെരുമാറ്റം ആരുടെയെങ്കിലും നേരിക്ക് നിവിൻ്റെ നിന്ന് കണ്ടാൽ അപ്പം തന്നെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പോൾ അതിനുശേഷം പിന്നെ പുറത്ത് വന്നിട്ട് അവർ മെഴുകുന്നുണ്ട്, അക്ബറും ആര്യനും നിവീനും തമ്മിൽ. നമ്മളിപ്പോൾ എന്താ തെറ്റ് ചെയ്ത്, വെസൽ ക്ലീൻ അല്ല, അതൊന്നും ക്ലീൻ ചെയ്യാനല്ലേ അവരോട് പറഞ്ഞോളൂ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ വെസൽ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യണമായിരുന്നോ, എന്താ ബിഗ് ബോസ്, ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് അക്ബർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്യണത് മുഴുവൻ തെമ്മാടിത്തരവും തെറ്റുമാണെങ്കിലും ഇരുന്ന് മെഴുകണം. ഇനിയിപ്പോൾ ഇവരിനെ മെഴുകാൻ ചില യൂട്യൂബേഴ്സും വരും ഇങ്ങോട്ട്. ഭയങ്കര മോശം പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിവിനെ പുറത്താക്കുക തന്നെ വേണം. ലാസ്റ്റ് വാർണിംഗ് ഒന്നും കൊടുക്കണ്ട. കാരണം ഇന്നലെ ചെയ്ത കാര്യങ്ങൾ 1 വീക്കായിട്ട് നിവിൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫിസിക്കലി പിടിച്ചിട്ട് അടിക്കാൻ ഒരാളെ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിനനുബന്ധമായ കാര്യങ്ങളാണ് അവിടെ നിവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെന്റലി ഹരാസ് ചെയ്യുന്നുണ്ട്.
ഈ നിവിൻ എന്ന് പറഞ്ഞ വ്യക്തി. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പറയുന്നത്, ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഷാനവാസ് പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പുകളും റെയിൽവേ സ്റ്റേഷനിലും കാണുന്ന ചില വ്യക്തികളുണ്ട്. അവരെ പോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് ഇപ്പോൾ നിവിനിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഈ നിവിൻ എന്ത് ചെയ്യുമെന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ലാലേട്ടൻ വരുന്ന ദിവസം പറഞ്ഞാൽ മതിയല്ലോ, അത് പിന്നെ ലാലേട്ട സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് കുറെ ക്യൂട്ട്നെസ് അങ്ങോട്ട് ഇട്ട് മെഴുകിയാൽ മതിയല്ലോ. പിന്നെ ലാലേട്ടൻ അവിടെ ഇരുന്നോളൂ എന്ന് പറയുമല്ലോ. എന്ത് അരോചകമായ പ്രവൃത്തികളാണ് അവിടെ നിവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, നിവിനെ എത്രയും പെട്ടെന്ന്, ഇപ്പം ലാസ്റ്റ് വാർണിംഗ് അല്ല, നിവിന് വാർണിംഗേ കൊടുക്കേണ്ട, എടുത്തിട്ട് പുറത്താക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ശരിക്കും ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനാണ് വന്നത്, പക്ഷേ ഈ ഇഷ്യൂ ഞാൻ ലൈവിൽ കണ്ടപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ റിവ്യൂ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ലൈവിൽ ഇതുപോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടുത്ത എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് ലൈവ് അപ്ഡേഷനുമായിട്ട് ഞാൻ വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.